അവസാനത്തെ ആഗ്രഹം എന്താണ്? എന്റെ അവസാനത്തെ ആഗ്രഹം എനിക്ക് നിങ്ങളെ വിവാഹം കഴിക്കണം. എന്ത്? നിനക്കെന്താ ഭ്രാന്തായോ? മാഡം, നിങ്ങൾ സമ്മതിച്ചാൽ നിങ്ങൾക്ക് എന്താണ് നഷ്ടപ്പെടാൻ? ഇത് നിങ്ങൾക്ക് വലിയ കാര്യമാവില്ല. നിന്റെ ഈ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. നടക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കാണാം. ഒരൊറ്റ തവണ മാത്രം. പക്ഷേ ഇനി ഒരിക്കലും എന്നോടിത് പറയരുത്. ഇല്ല, ഒരിക്കലും പറയില്ല. ഈ ഒരു തവണ നിങ്ങൾ സമ്മതിക്കണം. എങ്കിൽ വേഗം ചെയ്യൂ. ആരെങ്കിലും വരും. മാഡം, ഞാൻ ശ്രമിക്കുന്നുണ്ട്. ദയവായി എന്നെ പോകാൻ അനുവദിക്കൂ. ഒരു കാര്യം ഓർക്കണം, ആരോടും പറയരുത്. മാഡം, നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾ എന്റെ അവസാനത്തെ ആഗ്രഹം നിറവേറ്റി. ഇനി എനിക്ക് വധശിക്ഷ കിട്ടിയാലും ദുഃഖമില്ല. ഒന്നുമില്ലെങ്കിലും ദയവായി ഇക്കാര്യം ആരോടും പറയരുത്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു തടവുകാരൻ അയാളോട് തന്റെ അവസാനത്തെ ആഗ്രഹം ചോദിച്ചപ്പോൾ അയാൾ നടത്തിയ ആവശ്യം ജയിലിൽ മുഴുവൻ കോളിളക്കം സൃഷ്ടിച്ചു. അയാൾ പറഞ്ഞു, എന്റെ ആഗ്രഹം ജീവിതത്തിലെ അവസാനത്തെ രാത്രി സ്വന്തം ഇഷ്ടപ്രകാരം എന്റെ ഭാര്യയാകാൻ സമ്മതിക്കുന്ന ഒരു കന്യകയോടൊപ്പം ചിലവഴിക്കണം. പള്ളിയിൽ അറിയിപ്പ് നൽകുക. ഇതിന് ഏതെങ്കിലും പെൺകുട്ടി തയ്യാറുണ്ടോ? പോലീസുകാർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി. അയാളുടെ ഈ ആഗ്രഹം ശരിക്കും സഫലീകരിക്കാൻ കഴിയുമായിരുന്നു. ആ പെൺകുട്ടി എവിടെ നിന്ന് വരും? വിവാഹം നടന്നാൽ പോലും ആ രാത്രി എന്ത് സംഭവിക്കും? ഇൻസ്പെക്ടർ സോനാലി വർമ്മയുടെ കുറിപ്പുകൾ. എന്റെ പേര് സോനാലി വർമ്മ. ഞാൻ 40 വയസ്സുള്ള ഒരു ലേഡി ഇൻസ്പെക്ടറാണ്. എന്റെ ജീവിതത്തിന്റെ അധിക ഭാഗവും കോടതികൾ, പോലീസ് സ്റ്റേഷനുകൾ, ജയിൽ മതിലുകൾ എന്നിവയ്ക്കിടയിലാണ് കടന്നുപോയത്. ഞാൻ ഒരുപാട് മുഖങ്ങൾ കണ്ടിട്ടുണ്ട്. ചിലത് മൃദുലം, ചിലത് പരുഷം, ചിലത് നിഷ്കളങ്കമായി തോന്നുന്നവ, എന്നാൽ ചിലതോ കഠിന ഹൃദയമുള്ളവ. രാജേഷ് എന്നെ ഒരു തരം വിചിത്രമായ ആശയക്കുഴപ്പത്തിലാക്കി. അയാൾ ഒരു സാധാരണ കുറ്റവാളിയായി തോന്നിയില്ല. കണ്ണുകളിൽ ആഴത്തിലുള്ള ദുഃഖവും മുഖത്ത് ഒരു നിഗൂഢമായ ശാന്തതയും. എല്ലാം മനസ്സിലാക്കിയിട്ടും നിശബ്ദനായിരിക്കുന്നത് പോലെ. അവന് വെറും 19 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ലോകത്തെ ശരിയായി കണ്ടിട്ടില്ലാത്ത ഈ ചെറുപ്പക്കാരൻ ലോകത്തോട് വിട പറയണം എന്ന ചിന്ത എന്റെ ഹൃദയത്തിൽ ഒരു അമ്പ് പോലെ തറഞ്ഞു. അവനധികം സംസാരിക്കാറില്ലായിരുന്നു. വാക്കുകളുണ്ടെങ്കിലും പ്രയോജനമില്ലാത്തതുപോലെ, അല്ലെങ്കിൽ അവന് പറയാൻ താല്പര്യമില്ലാത്തതുപോലെ. പലതവണ എന്റെ മനസ്സ് ചോദിച്ചു, രാജേഷ്, മരണശിക്ഷയ്ക്ക് അർഹനായ എന്ത് കുറ്റമാണ് നീ ചെയ്തത്? പക്ഷേ അവന്റെ മുഖത്ത് പടർന്നിരുന്ന ഒരു തരം നിരാശ എന്റെ ചുണ്ടുകൾ തുന്നിക്കെട്ടി. പോലീസ് ജോലി എന്നെ കഠിന ഹൃദയമുള്ളവളാക്കിയിരുന്നു. എങ്കിലും 870ന്റെ കാര്യത്തിൽ മനസ്സിലൊരു മൃദുത്വം ഉണർന്നു. തടവുകാരുമായി വ്യക്തിപരമായ ബന്ധം വെക്കുന്നത് നിയമപരമായി വിലക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. നിയമങ്ങൾ കർശനമാണ്. എന്നിട്ടും ഉള്ളിന്റെ ഉള്ളിൽ ഒരു ചോദ്യം വീണ്ടും വീണ്ടും ഉയർന്നു വന്നു. ഈ പയ്യൻ ശരിക്കും കുറ്റവാളിയാണോ, അതോ സാഹചര്യങ്ങളുടെ ഇരയോ? അസാധാരണമായ ആഗ്രഹം. ഈ ചിന്തകൾക്കിടയിലാണ് എനിക്കിന്ന് ഒരു പ്രത്യേക ഉത്തരവ് ലഭിച്ചത്. അത് രാജേഷിന്റെ അവസാനത്തെ ആഗ്രഹവുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവായിരുന്നു. മാത്രമല്ല, അടുത്ത ദിവസങ്ങളിൽ അത് നമ്മുടെ ജയിലിനെ മൊത്തത്തിൽ പിടിച്ചു കുലുക്കാൻ പോകുന്ന ഒന്നായിരുന്നു. 2 ദിവസത്തിനു ശേഷം തടവുകാരൻ നമ്പർ 870 വധശിക്ഷ നടപ്പാക്കാൻ തീരുമാനിച്ചു. ഈ സമയത്ത് അവന് അവന്റെ അമ്മയെയും അച്ഛനെയും അവസാനമായി കാണാൻ അനുമതി ലഭിച്ചു. ഈ വാർത്ത കേട്ടപ്പോൾ എന്റെ മനസ്സിൽ ഒരുതരം അസ്വസ്ഥത പരന്നു. ജയിൽ അന്തരീക്ഷത്തിൽ കർശനമായ നിലപാടുകൾ അസാധാരണമാണ്. പക്ഷേ ഇന്ന് അന്തരീക്ഷത്തിൽ ഭയവും ദുഃഖവും ഇടകലർന്ന ഒരു അവസ്ഥയായിരുന്നു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഓരോ തടവുകാരനും അവസാനത്തെ ആഗ്രഹം പ്രകടിപ്പിക്കാൻ അവകാശമുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. അതൊരു പ്രത്യേക ഭക്ഷണം, ഒരു കൂടിക്കാഴ്ച, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആഗ്രഹങ്ങളാകാം. എന്നാൽ രാജേഷ് പിന്നീട് ആവശ്യപ്പെട്ടതുപോലൊരു അസാധാരണമായ ആവശ്യം ആരും ഇതുവരെ ഉന്നയിച്ചിരുന്നില്ല. രാജേഷ് കുമാർ, മെലിഞ്ഞതും എന്നാൽ ദൃഢനിശ്ചയമുള്ളതുമായ ആ ചെറുപ്പക്കാരൻ. അമ്മയെ കണ്ടപ്പോൾ ആ രംഗം ഹൃദയഭേദകമായിരുന്നു. ആ സ്ത്രീ തന്റെ മകനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. നീ നിരപരാധിയാണ്. അവളുടെ വിശ്വാസം എന്നെ ഉലച്ചു കളഞ്ഞു. ശിക്ഷ പ്രഖ്യാപിച്ചിരുന്നു. എന്നിട്ടും അവൾക്കൊരു അത്ഭുതം സംഭവിക്കുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു. അതേ ദിവസം രാജേഷിന്റെ അവസാനത്തെ ആഗ്രഹം ചോദിക്കാൻ എനിക്ക് ഉത്തരവ് ലഭിച്ചു. അവൻ കുടുംബങ്ങളോടൊപ്പം കുറച്ച് സമയം ആവശ്യപ്പെടും, അല്ലെങ്കിൽ ലളിതമായ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുമെന്ന് ഞാൻ കരുതി. എന്നാൽ ഞാൻ അവന്റെ അടുത്ത് ചെന്നപ്പോൾ അവന്റെ മുഖത്ത് ഒരുതരം വിചിത്രമായ സംതൃപ്തി ഉണ്ടായിരുന്നു. ഞാൻ പതിയെ ചോദിച്ചു, രാജേഷ്, നിനക്കെന്തെങ്കിലും അവസാനത്തെ ആഗ്രഹമുണ്ടോ? പറയാനുള്ളത് നിറവേറ്റാൻ ശ്രമിക്കാം. അവൻ എന്നെ നോക്കി ഒരു നിമിഷം നിശബ്ദനായി നിന്നു. എന്നിട്ട് പറഞ്ഞു,
എനിക്കൊരാഗ്രഹമുണ്ട്. പക്ഷേ അത് നിറവേറ്റുമെന്ന് വാക്ക് തരണം. ഞാൻ മറുപടി പറഞ്ഞു. ഇത് ഓരോ തടവുകാരന്റെയും അവകാശമാണ്. നിന്റെ ആഗ്രഹം നിറവേറ്റാൻ പരമാവധി ശ്രമിക്കും. അവൻ ആരെങ്കിലും ഒരാളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ ഞാൻ അവനെ SP സാഹിബിന്റെ അടുത്ത് കൊണ്ടുപോയി. അദ്ദേഹം സൗമ്യമായി ചോദിച്ചു, മോനെ, നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താണ്? അവന്റെ ചുണ്ടുകളിൽ നിന്ന് പുറത്തു വന്ന വാക്കുകൾ ആ മുറി മുഴുവൻ നിശബ്ദമാക്കി. രാജേഷ് പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ആദ്യമായും അവസാനമായും എനിക്ക് വിവാഹം കഴിക്കണം. എന്നെ തൂക്കിക്കൊല്ലുന്നതിനു മുമ്പ് എനിക്കെന്റെ ഭാര്യയോടൊപ്പം ഒരു രാത്രി ചിലവഴിക്കണം. ഒരു ദിവസത്തെ വധു. രാജേഷിന്റെ വാക്കുകൾ കേട്ട് മുറിയിലെങ്ങും നിശബ്ദത തളം കെട്ടി. SP സാഹിബും ഞാനും മറ്റു ഓഫീസർമാരും അത്ഭുതത്തോടെ പരസ്പരം മുഖം നോക്കി. ഏതാനും നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം SP സാഹിബ് ഗൗരവത്തോടെ പറഞ്ഞു, മോനെ, വിവാഹം ഞങ്ങൾ നടത്തിത്തരാം. പക്ഷേ നീ ഒന്ന് ചിന്തിച്ചു നോക്കൂ. 2 ദിവസത്തിനുള്ളിൽ നിനക്ക് വധശിക്ഷ കിട്ടാൻ പോവുകയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഏത് പെൺകുട്ടി നിന്നെ വിവാഹം കഴിക്കും? നീ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നാണ്. സ്വത്തില്ല, സ്വാധീനമില്ല. ഒരു പെൺകുട്ടി ഒരു ദിവസത്തെ വധുവാവാൻ വേണ്ടി സ്വന്തം ജീവിതം എന്തിനു നശിപ്പിക്കണം? രാജേഷ് നിശബ്ദനായി കേട്ടുനിന്നു, മുഖത്ത് ഒരു തരം വിചിത്രമായ ശാന്തത. എന്നിട്ട് പറഞ്ഞു, സാർ, ഞാൻ എന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഇതാണ് എന്റെ അവസാനത്തെ ആഗ്രഹം. SP സാഹിബ് അല്പം ദേഷ്യത്തോടെ പറഞ്ഞു. വേറെ എന്തെങ്കിലും ആഗ്രഹം ആവശ്യപ്പെടൂ. എന്തെങ്കിലും ഭക്ഷണം, ആരെങ്കിലുമായുള്ള കൂടിക്കാഴ്ച, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകണം. വിവാഹം സാധ്യമല്ല. രാജേഷ് പതിയെ പറഞ്ഞു. സാർ, നിങ്ങൾ വിഷമിക്കേണ്ട. എന്റെ വിവാഹം താനേ നടക്കും. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, പള്ളിയിൽ ഒരു അറിയിപ്പ് നൽകുക. തടവുകാരൻ രാജേഷ് കുമാർ വധശിക്ഷയ്ക്ക് മുമ്പ് ഒരു ദിവസത്തേക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. സ്വന്തം ഇഷ്ടപ്രകാരം അവന്റെ വധുവാകാൻ തയ്യാറുള്ള ഏതെങ്കിലും സ്ത്രീക്ക് മുന്നോട്ട് വരാം. ഇതുകേട്ട് ഞാൻ ഞെട്ടിപ്പോയി. മുറിയിൽ നിശബ്ദത പരന്നു. ഇങ്ങനെയൊരു വിചിത്രമായ വ്യവസ്ഥ ഒരു തടവുകാരന് എങ്ങനെ വെക്കാൻ കഴിയുമെന്ന് എല്ലാവരുടെയും മുഖത്ത് അത്ഭുതമുണ്ടായിരുന്നു. രാജേഷ് ഞങ്ങളുടെ നിശബ്ദത ഭജിച്ചുകൊണ്ട് പറഞ്ഞു, ഏതെങ്കിലും ഒരു സ്ത്രീ സമ്മതിക്കുകയാണെങ്കിൽ അവരെ തടയരുത്. അല്ലെങ്കിൽ ഞാൻ വേറെ ഒരു ആഗ്രഹവും പറയില്ല. ഉടൻ എന്നെ തൂക്കിക്കൊല്ലാം. അവന്റെ കണ്ണുകളിൽ അത്രയ്ക്ക് സത്യസന്ധത ഉണ്ടായിരുന്നു. ആർക്കും എതിർക്കാൻ കഴിഞ്ഞില്ല. SP സാഹിബ് തോളുകൾ കുലുക്കിക്കൊണ്ട് പറഞ്ഞു, ശരി, അറിയിപ്പ് നൽകാം. പക്ഷെ ഞങ്ങൾക്ക് ഉറപ്പാണ്, ഒരു സ്ത്രീയും വരില്ല. അങ്ങനെ ഒരു വ്യവസ്ഥയിൽ ആര് വിവാഹം കഴിക്കും? വധുവിന്റെ ആഗമനം. അന്നത്തെ ദിവസം വൈകുന്നേരം ജയിലിനടുത്ത് സ്ഥിതി ചെയ്യുന്ന പള്ളിയിൽ നിന്ന് ഒരറിയിപ്പ് മുഴങ്ങി. തടവുകാരൻ നമ്പർ 870 രാജേഷ് കുമാർ തന്റെ അവസാനത്തെ ആഗ്രഹമായി ഒരു ദിവസത്തേക്ക് ഒരു സ്ത്രീയുമായി വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. സ്വന്തം ഇഷ്ടപ്രകാരം ഏതെങ്കിലും സ്ത്രീ തയ്യാറാണെങ്കിൽ അവർ ജയിൽ അധികൃതരുമായി ബന്ധപ്പെടണം. ഈ അറിയിപ്പ് കാൺപൂരിൽ മുഴുവൻ പരന്നു. പക്ഷെ ഞങ്ങളുടെ മനസ്സിൽ ഒരു ഉറപ്പുണ്ടായിരുന്നു, ആരും വരില്ല. രാജേഷ് ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നുള്ളവനായിരുന്നു. പ്രശസ്തിയോ സ്ഥാനമോ ഇല്ല. ആരാണ് അവനെ വരനായി സ്വീകരിക്കുക? ഇതെല്ലാം ഞങ്ങൾക്കൊരു തമാശയായി തോന്നി. എന്നാൽ അറിയിപ്പ് നൽകി 1 മണിക്കൂറിന് ശേഷം ഒരു പോലീസുകാരൻ കിതച്ചുകൊണ്ട് എന്റെ ഓഫീസിലേക്ക് വന്നു. മാഡം, ജയിലിന്റെ കവാടത്തിൽ ഒരു പെൺകുട്ടി വധുവിന്റെ വേഷത്തിൽ നിൽക്കുന്നു. അവളുടെ കൂടെ ഒരു പണ്ഡിറ്റ്ജിയുമുണ്ട്. ഇതുകേട്ട് SP സാഹിബും ഞാനും അത്ഭുതപ്പെട്ടു. ഞങ്ങൾ വേഗത്തിൽ പുറത്തിറങ്ങി. മുന്നിൽ 17-18 വയസ്സുള്ള ഒരു സുന്ദരിയായ പെൺകുട്ടി നിൽക്കുന്നു. ചുവന്ന വസ്ത്രം ധരിച്ച് അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. എന്നാൽ മുഖത്തൊരു തരം ശാന്തതയും ദൃഢനിശ്ചയവും ഉണ്ടായിരുന്നു. അവളുടെ കൂടെ ഒരു പ്രായമായ പണ്ഡിറ്റ്ജി കയ്യിൽ വിവാഹ രജിസ്റ്ററുമായി നിൽക്കുന്നു. SP സാഹിബ് കർശനമായ സ്വരത്തിൽ ചോദിച്ചു, പണ്ഡിറ്റ്ജി, ഇതെന്താണ് സംഭവം? ആരാണ് ഈ പെൺകുട്ടി? അദ്ദേഹം ആദരവോടെ മറുപടി നൽകി, സാബ്, ഈ പെൺകുട്ടി എന്റെ അടുത്തു വന്നു. രാജേഷ് കുമാറിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. മോളെ, അവൻ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു തടവുകാരനാണ്. എന്തിനാണ് നീ നിന്റെ ജീവിതം നശിപ്പിക്കുന്നതെന്ന് ഞാൻ പലവട്ടം ഉപദേശിച്ചു. പക്ഷേ അവൾ സമ്മതിച്ചില്ല. ഇതെന്റെ തീരുമാനമാണ്. ഞാൻ അവനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്നവൾ പറഞ്ഞു. അവളുടെ വാക്കുകൾ കേട്ട് എന്റെ ശരീരത്തിലൂടെ ഒരു വിറയൽ കടന്നുപോയി. ജയിലിന്റെ മുറ്റത്ത് നിശബ്ദത പരന്നു. ലോകത്തെയും ബഹുമാനത്തെയും എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായി രാജേഷിനെ ഇത്രയധികം സ്നേഹിക്കാൻ ഒരാളുണ്ടെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ നിയമം അനുശാസിച്ചു, തടവുകാരന്റെ അവസാനത്തെ ആഗ്രഹം നിറവേറ്റണം. അതുകൊണ്ട് ഞങ്ങൾ അനുമതി നൽകി. പണ്ഡിറ്റ്ജിയെ അകത്തേക്ക് വിളിച്ചു. രാജേഷിനെ സെല്ലിൽ നിന്ന് പുറത്തിറക്കി. ജയിൽ ഓഫീസിൽ വെച്ച് ലളിതമായ ചടങ്ങുകളോടെ അവരുടെ വിവാഹം നടത്തി. വിവാഹം പൂർത്തിയാക്കിയ ശേഷം രാജേഷ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി നിങ്ങളുടെ വാക്ക് പാലിക്കൂ.
എന്റെ ഭാര്യയെ എന്റെ അടുത്തേക്ക് അയക്കൂ. എനിക്ക് അവളുമായി കുറച്ചു സംസാരിക്കാനുണ്ട്. ഒരു രാത്രിയുടെ കാര്യം മാത്രം. അവന്റെ വാക്കുകൾ കേട്ട് ഞാൻ ഞെട്ടി. പക്ഷെ SP സാഹിബ് നിശബ്ദനായി തലയാട്ടി. സെല്ലിലെ രാത്രി. ഞാൻ വധുവിനെ രാജേഷിന്റെ സെല്ലിലേക്ക് കൊണ്ടുപോയി. വാതിലടച്ചു. പുറത്തു വന്നു. കുറച്ചു സമയത്തിനു ശേഷം അവൾ സ്വയം പുറത്തു വരുമെന്ന് ഞാൻ കരുതി. എന്നാൽ സമയം കടന്നുപോയി. അകത്തുനിന്ന് നേരിയ സംസാരത്തിന്റെ ശബ്ദം കേട്ടു. ആരോ എന്തോ തുറക്കാൻ ശ്രമിക്കുന്നത് പോലെ ഞാൻ ശ്രദ്ധിച്ചു. പക്ഷേ സമാധാനത്തോടെ ഓഫീസിലേക്ക് തിരികെ പോയി. രാത്രി കനത്തു. പെട്ടെന്ന് ജയിലിൽ ഒരു നിലവിളി മുഴങ്ങി. ഞാൻ രാജേഷിന്റെ വാതിൽ തുറന്നു നോക്കിയപ്പോൾ ആ പെൺകുട്ടി വധുവിന്റെ വേഷത്തിൽ നിൽക്കുന്നു. മുഖം മറച്ച തുണി താഴോട്ട് വീണു. അവളുടെ ശ്വാസം ക്രമം തെറ്റിയതായിരുന്നു. അവൾ കിതയ്ക്കുന്നുണ്ടായിരുന്നു. ശരീരം മുഴുവൻ വിറയ്ക്കുന്നു. ഞാൻ അത്ഭുതത്തോടെ ചോദിച്ചു, എന്തുപറ്റി? നീ സ്വന്തം ഇഷ്ടപ്രകാരമല്ലേ വിവാഹം കഴിച്ചു വന്നത്? ഇപ്പോൾ എന്തു മാറ്റം വന്നു? അവൾ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു, എന്നെ ഇവിടെ നിന്ന് പുറത്തിറക്കൂ. എനിക്കിവിടെ നിൽക്കാൻ വയ്യ. ഞാൻ പരിഹസിക്കുന്ന സ്വരത്തിൽ പറഞ്ഞു. എന്തുകൊണ്ട്? എന്താ ഇപ്പോ സ്നേഹത്തിന്റെ ലഹരി ഇറങ്ങിയോ? അതോ ഇപ്പൊ ഫലത്തെക്കുറിച്ചുള്ള ഭയം ഉണർന്നോ? എന്നാൽ അവൾ നിശബ്ദയായിരുന്നു. വസ്ത്രത്തിന്റെ അറ്റത്ത് മുഷ്ടി ചുരുട്ടിപ്പിടിച്ച് അവൾ നിന്നു. പേടിപ്പെടുത്തുന്ന ഒരു സ്വപ്നത്തിലൂടെ കടന്നുപോയതുപോലെ അവളുടെ മുഖത്ത് ഭയമായിരുന്നു. ഞാൻ വാതിൽ തുറന്നു. ആ പെൺകുട്ടി ഒരു മിന്നൽ പോലെ പുറത്തേക്ക് പാഞ്ഞു. ഒന്നും പറയാതെ വേഗത്തിൽ അവൾ പോയി. ഞാൻ സെല്ല് വീണ്ടും അടച്ചു. തിരികെ എന്റെ ഓഫീസിൽ വന്നിരുന്നു. രാത്രി മുഴുവൻ ചിന്തകളിൽ മുഴുകി. എന്നിട്ട് ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി. പിറ്റേന്ന് രാവിലെ ഒരു കൊടുങ്കാറ്റ് വരുന്നുണ്ടെന്ന് എനിക്ക് അറിയാമായിരുന്നു. തടവുകാരൻ രക്ഷപ്പെടുന്നു. സൂര്യൻ ഉദിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. SP സാഹിബ് ദേഷ്യത്തോടെ എന്റെ ഓഫീസിലേക്ക് കടന്നു വന്നു. ഇൻസ്പെക്ടർ സോനാലി, ഉടൻ പോയി നോക്കൂ. രാജേഷ് എവിടെ? ഞാൻ അത്ഭുതത്തോടെ പറഞ്ഞു. സാർ, അവൻ അവന്റെ സെല്ലിലുണ്ടാകും. പോയി നോക്കൂ, അദ്ദേഹം അലറി. എന്റെ ഹൃദയമിടിപ്പ് കൂടി. ഞാൻ ഓടിച്ചെന്ന് രാജേഷിന്റെ സെല്ലിലേക്ക് പോയി. വാതിലിനടുത്തു പോയി വിളിച്ചു, രാജേഷ്, പുറത്തു വരൂ. പക്ഷേ അകത്തുനിന്ന് മറുപടിയില്ല. നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു. ഞാൻ ജനലിലൂടെ എത്തി നോക്കി. അകത്തൊരു പുരുഷ വേഷം ധരിച്ചയാൾ മതിലിനടുത്ത് കിടക്കുന്നു. ഞാൻ വാതിൽ തുറന്നു. മുന്നോട്ട് നീങ്ങി. ആളെ നേരെ നോക്കിയതും SP സാഹിബും അവിടെ എത്തി. കാഴ്ച കണ്ടിട്ട് അദ്ദേഹം അലറി, ഇതെന്തൊരു കോമാളിയാണ്! രാജേഷ് എവിടെ? എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അലറി, നിന്റെ അശ്രദ്ധ ജയിലിന്റെ സംവിധാനത്തെ തകർത്തു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു തടവുകാരൻ രക്ഷപ്പെട്ടു. ഞാൻ ഞെട്ടിപ്പോയി. തലച്ചോറ് മരവിച്ചു പോയിരുന്നു. രാജേഷ് ഞങ്ങളെ അന്ധരാക്കുന്ന ഒരു തന്ത്രം കളിച്ചു എന്ന് ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. അവൻ വധുവിന്റെ വേഷത്തിൽ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു. ഈ പെൺകുട്ടി ഒരുപക്ഷെ അവന്റെ കൂട്ടുകാരിയായിരിക്കും. മനഃപൂർവ്വം അവനു വേണ്ടി വലിയാടായി. അവൾക്ക് ബോധം വന്നപ്പോൾ തികച്ചും ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു, നിങ്ങൾ രാജേഷിനോട് അനീതി കാണിച്ചു. അവൻ വധശിക്ഷയ്ക്ക് അർഹനല്ല. ഞാൻ ദേഷ്യത്തോടെ പറഞ്ഞു, അത് കോടതി തീരുമാനിക്കും. അവൾ ചെറുതായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സമയം തീരുമാനിക്കും. അവൻ നിരപരാധിയാണെന്ന് സമയം തെളിയിക്കും. SP സാഹിബ് കർശനമായി ഉത്തരവിട്ടു. ഉടൻ രാജേഷിനെ തിരയുക. നമ്മൾ അവനെ പിടിച്ചില്ലെങ്കിൽ ഭീകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. പ്രീതിയുടെ കഥ. ജയിലിൽ മുഴുവൻ കോലാഹലമായിരുന്നു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു തടവുകാരൻ ഞങ്ങളെയെല്ലാം കബളിപ്പിച്ച് രക്ഷപ്പെട്ടിരിക്കുന്നു. SP സാഹിബ് കോപാകുലനായിരുന്നു. എന്റെ ഹൃദയം അതിവേഗം ഇടിക്കുന്നുണ്ടായിരുന്നു. ഇത്രയും വലിയൊരു തെറ്റ് ഞാൻ എങ്ങനെ ചെയ്തു എന്നെനിക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കണ്ണിൽ പൊടിയിട്ട ഒരുത്തനെ ഞാൻ വിശ്വസിച്ചു. ഇനി ഒരൊറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ, ആ പെൺകുട്ടിയിൽ നിന്ന് സത്യം പറയിപ്പിക്കുക. രാജേഷിനെ കണ്ടെത്താൻ സാധ്യമല്ലായിരുന്നു. അവൻ മണിക്കൂറുകൾക്ക് മുമ്പ് രക്ഷപ്പെട്ടിരുന്നു. ഞാൻ കർശനമായ സ്വരത്തിൽ പറഞ്ഞു, നോക്കൂ പെൺകുട്ടി, ഇനി നിന്നോട് ചോദ്യങ്ങൾ ചോദിക്കും. നീ സത്യം പറഞ്ഞില്ലെങ്കിൽ ഫലം നന്നായിരിക്കില്ല. അവൾ ശാന്തയായിരുന്നു. എല്ലാം മുൻകൂട്ടി തീരുമാനിച്ചതുപോലെ. ഞാൻ രാജേഷിനെ കുറിച്ച് എല്ലാ സത്യവും പറയാം. ഞാൻ അവളെ സൂക്ഷിച്ചു നോക്കി. അവളുടെ മുഖത്ത് പരിഭ്രമമോ പശ്ചാത്താപമോ ഇല്ലായിരുന്നു. ഞാൻ ചോദിച്ചു, അവൻ ശരിക്കും നിന്റെ സഹോദരനാണോ? അതോ നിങ്ങൾ നാടകം കളിച്ചതോ? അവൾ കുറച്ചു നിമിഷം നിശബ്ദയായിരുന്നു. എന്നിട്ട് പതിയെ പറഞ്ഞു, ഇല്ല, അവൻ എന്റെ സ്വന്തം സഹോദരനല്ല. എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ദേശത്തിന്റെ ഒരു അല കടന്നുപോയി. എങ്കിൽ നീ എന്തിനാണ് ഇതെല്ലാം ചെയ്തത്? നീ എന്തിനാണ് അവനെ വിവാഹം കഴിച്ചത്? നിങ്ങൾ രണ്ടുപേരും ജയിലിനെ വിഡ്ഢികളാക്കി. രാജേഷ് രക്ഷപ്പെട്ടു. പക്ഷെ ഓർമ്മയിരിക്കട്ടെ, ഞങ്ങൾ അവനെ കണ്ടെത്തും. അവൾ എന്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, നിങ്ങൾക്ക് തെറ്റി. അവൻ ഓടിപ്പോയതല്ല, അവൻ തിരികെ വരും. അവളുടെ മറുപടി കേട്ട് ഞാൻ ഞെട്ടി. നിനക്ക് എങ്ങനെ ഇത്ര ഉറപ്പ്? കാരണം അവനറിയാം എവിടെ പോകണമെന്ന്, എപ്പോൾ തിരികെ വരണമെന്ന്. അവൻ ഇപ്പോൾ എന്റെ ഭർത്താവാണ്.
അവൻ എന്നെ ഉപേക്ഷിക്കാൻ പോകുന്നില്ല. അവളുടെ സ്വരത്തിൽ അങ്ങനെയൊരു വിശ്വാസമുണ്ടായിരുന്നു. ഒരു നിമിഷം എന്റെ മനസ്സും ഒന്ന് പതറി. ഞാൻ കർശനമായ സ്വരത്തിൽ പറഞ്ഞു, നിനക്ക് ഇത്ര ഉറപ്പ് എന്തുകൊണ്ടാണ്? അവൾ പറഞ്ഞു, നിങ്ങൾ എന്റെ മുഴുവൻ കഥയും കേൾക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ തീരുമാനം മാറിയേക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും യഥാർത്ഥ കുറ്റവാളി ആരാണെന്നും രാജേഷ് എന്തിനങ്ങനെ ചെയ്തുവെന്നും. ഞാൻ നിശബ്ദയായി. ആ പെൺകുട്ടി അപ്പോഴും അവളുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു. ഒരു വലിയ സത്യം ഒളിച്ചു വെച്ചിരിക്കുന്നത് പോലെ തോന്നി. അവൾ പതിയെ പറഞ്ഞു, എന്റെ പേര് പ്രീതി. എന്റെ ചേച്ചിയുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത് രാജേഷുമായിട്ടായിരുന്നു, രക്ഷകനും ബലിയാടും. പ്രീതി സംസാരിച്ചു തുടങ്ങി. രാജേഷ് ചെറുപ്പം മുതലേ ധൈര്യശാലിയും ഭയമില്ലാത്തവനുമായിരുന്നു. ആരുടെ മുന്നിലും അവൻ ഒരടി പിന്നോട്ട് വെച്ചിട്ടുള്ള നിമിഷങ്ങൾ കുറവായിരുന്നു. അവൻ എന്റെ അച്ഛന്റെ അമ്മാവന്റെ മകനായിരുന്നു, അതായത് എന്റെ പിതൃ സഹോദരി പുത്രൻ. അച്ഛൻ അവനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. എന്റെ ചേച്ചിയുടെ വിവാഹം രാജേഷുമായി നിശ്ചയിച്ചപ്പോൾ അവൻ ഞങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗമായി. ഞാൻ നിശബ്ദയായി അവളുടെ വാക്കുകൾ കേൾക്കുന്നുണ്ടായിരുന്നു. പ്രീതിയുടെ സ്വരത്തിൽ ദുഃഖവും അഭിമാനവും ഉണ്ടായിരുന്നു. അവൾ തുടർന്നു, ഞങ്ങളുടെ സഹാൻപൂരിലെ ഗ്രാമം ചെറുതായിരുന്നു, പക്ഷേ അവിടുത്തെ അന്തരീക്ഷം വിചിത്രമായിരുന്നു. ഒരു രാത്രി രാജേഷ് ഭായ് ഞങ്ങളുടെ അമ്മായിയുടെ മകളായ ചേച്ചിയെ കാണാൻ വന്നു. അന്ന് അച്ഛൻ വീട്ടിലുണ്ടായിരുന്നില്ല. ഞാൻ അടുക്കളയിൽ ചായ ഉണ്ടാക്കുകയായിരുന്നു. രാജേഷ് ഭായിയും ചേച്ചിയും മറ്റൊരു മുറിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. എല്ലാം സാധാരണ പോലെ തോന്നിച്ചു. പെട്ടെന്ന് വാതിലിൽ ശക്തമായി ആരോ മുട്ടി. ആ നിമിഷം ഓർത്ത് പ്രീതിയുടെ ശബ്ദം വിറച്ചു. ഞാൻ വാതിലിലൂടെ പുറത്തേക്ക് എത്തി നോക്കി. 3-4 ഗുണ്ടകൾ നിൽക്കുന്നു. അവരുടെ മുഖത്ത് ക്രൂരത. അവരിൽ ഒരാൾ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിലൊരു ചെറുപ്പക്കാരൻ വന്നിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം, അവനെ പുറത്തേക്ക് വിളിക്കൂ. ഞാൻ പരിഭ്രമിച്ചു. അച്ഛൻ വരുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമാകുമോ എന്ന് ഞാൻ ഭയന്നു. ശബ്ദം കേട്ട് രാജേഷ് ഉടനെ പുറത്തു വന്നു. അവൻ എന്നോട് അകത്തേക്ക് പോകാൻ ആംഗ്യം കാണിച്ചു. ഞാൻ എന്റെ മുറിയിൽ പോയി വാതിലടച്ച് ചെവി ചേർത്തു നിന്നു. പുറത്ത് രാജേഷ് ആ ഗുണ്ടകൾക്ക് മുന്നിൽ ധൈര്യത്തോടെ നിന്നു. അവരിൽ ഒരാൾ മോശമായി എന്തോ പറഞ്ഞു. പക്ഷേ രാജേഷ് സംയമനം പാലിച്ചു. അവന് വേണമെങ്കിൽ അവരെ ഓടിച്ചു കളയാമായിരുന്നു. പക്ഷേ അവൻ ഒറ്റയ്ക്കാണ്. അകത്ത് ഞങ്ങൾ 2 ദുർബലരായ സഹോദരിമാരുണ്ടെന്ന് അവൻ അറിയാമായിരുന്നു. രാജേഷ് ഭായ് സൗമ്യമായി അവരെ പറഞ്ഞു മനസ്സിലാക്കി. എങ്ങനെയോ അവരെ തിരിച്ചയച്ചു. ആ രാത്രി അവൻ വാതിലിനടുത്ത് ഏറെ നേരം ഇരുന്നു, ഒരു അപകടത്തിൽ നിന്ന് കാവൽ നിൽക്കുന്നത് പോലെ. പ്രീതിയുടെ കണ്ണുകൾ നിറഞ്ഞു. അപ്പോഴാണ് ഞാൻ ആദ്യമായി മനസ്സിലാക്കിയത്, രാജേഷ് ധൈര്യശാലി മാത്രമല്ല, മറ്റുള്ളവരുടെ അഭിമാനം സംരക്ഷിക്കുന്ന വ്യക്തി കൂടിയാണ്. ഈ രാത്രി വരാനിരിക്കുന്ന കൊടുങ്കാറ്റിന്റെ ആദ്യ സൂചനയെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. നീതിയും മോചനവും. പ്രീതി ദീർഘമായി ശ്വാസം എടുത്തിട്ട് പറഞ്ഞു, എന്നാൽ അത് ഒരു തുടക്കം മാത്രമായിരുന്നു. അതിനുശേഷം ഞങ്ങളുടെ ജീവിതം ദുരിതമായി മാറി. എല്ലാ ദിവസവും അതേ 3-4 ഗുണ്ടകൾ ഞങ്ങളുടെ വീടിന് പുറത്തു വന്നു നിൽക്കും. അച്ഛൻ ജോലിക്ക് പോയാൽ ഉടൻ അവർ ഞങ്ങളെ ഉപദ്രവിക്കാൻ തുടങ്ങും. ഞങ്ങൾ വാതിലുകൾ അടച്ചിടും. പക്ഷേ ഭയം മനസ്സിൽ നിന്ന് മാറിയിരുന്നില്ല. പിന്നെ ഒരു രാത്രി ആ സംഭവമുണ്ടായി. അതെല്ലാം മാറ്റിമറിച്ചു. പ്രീതിയുടെ ശബ്ദമിടറി. രാത്രിയുടെ ഇരുട്ടിൽ ജനലിന്റെ ചില്ലകൾ തകരുന്ന ശബ്ദം കേട്ടു. ആരോ ബലമായി അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു. രാജേഷ് ഭായിയും അപ്പോഴും വീട്ടിലെത്തിയിരുന്നു. ഒരു ഗുണ്ട ജനൽ വഴി ചാടാൻ പോകുന്നത് അവൻ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടു. അവൻ അത് സഹിക്കാൻ കഴിഞ്ഞില്ല. പുറത്തിറങ്ങി അവരുമായി ഏറ്റുമുട്ടി. ഞാൻ നിശബ്ദയായി കേട്ടു. പ്രീതിയുടെ വാക്കുകൾ എന്റെ ഹൃദയത്തിൽ പതിഞ്ഞു. ആ പോരാട്ടം ഭീകരമായിരുന്നു, പ്രീതി പറഞ്ഞു. അലർച്ചകൾ കോളനിയിൽ മുഴുവൻ മുഴങ്ങി. എന്റെ ചേച്ചി അവരുടെ ഇടയിൽ വന്നു. ആ പിടിവലിക്കിടെ അവൾ കൊല്ലപ്പെട്ടു. രാജേഷ് ഭായിയുടെ കൈകൊണ്ട് ഒരാൾ കൊല്ലപ്പെട്ടു. എന്നാൽ അത് കൊലപാതകമായിരുന്നില്ല. അത് ഞങ്ങളുടെ അഭിമാനം രക്ഷിക്കാനുള്ള യുദ്ധമായിരുന്നു. പ്രീതിയുടെ കണ്ണുനീരൊഴുകി. യഥാർത്ഥ കുറ്റവാളികൾ ആ ഗുണ്ടകളായിരുന്നു. പക്ഷേ ശിക്ഷ കിട്ടിയത് രാജേഷ് ഭായിക്കാണ്. ഞങ്ങൾ ധനികരായിരുന്നെങ്കിൽ, ഞങ്ങളുടെ വാക്ക് കേൾക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത് സംഭവിക്കില്ലായിരുന്നു. ഈ ലോകത്ത് ദുർബലർക്ക് നീതിയില്ല മാഡം. രാജേഷ് ഒരു നിരപരാധിയുടെ രക്തം ചിന്തിയില്ല. അവൻ അവന്റെ ധൈര്യത്തിൽ ചെയ്തതാണ്. എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. പ്രീതി കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു, ഇതെല്ലാം രാജേഷിന്റെ അമ്മയുടെ തന്ത്രമായിരുന്നു. ഞാൻ എന്റെ 2ാമത്തെ മകളെ ബലിയർപ്പിക്കും, പക്ഷേ എന്റെ മകനെ തൂക്കിക്കൊല്ലാൻ സമ്മതിക്കില്ല എന്നവർ പറഞ്ഞു. ഞാൻ സ്തംഭിച്ചുപോയി. പ്രീതി പറഞ്ഞു, അതെ, രാജേഷിന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ സ്വയം ആ പദ്ധതിക്ക് തയ്യാറായതാണ്. അവന്റെ അമ്മ അവനെ മുംബൈയിലെ ഒരു വലിയ വക്കീലിന്റെ അടുത്തേക്ക് അയച്ചു. വർഷങ്ങൾക്ക് മുമ്പ് രാജേഷ് രക്ഷിച്ച അതേ വക്കീൽ. ആ വക്കീൽ കോടതിയിലെത്തി
സത്യം പുറത്തു വന്നു. രാജേഷ് തന്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയാണ് പോരാടിയതെന്നും അതൊരു കൊടും കുറ്റകൃത്യമല്ലെന്നും തെളിഞ്ഞു. കോടതി അവനെ ബഹുമാനപൂർവ്വം വിട്ടയച്ചു. പ്രീതിയുടെ കണ്ണുകളിൽ തിളക്കം വന്നു. രാജേഷിന് വധശിക്ഷ കിട്ടിയില്ല. അവൻ മോചിതനായി. ഞാൻ വളരെ നേരം നിശബ്ദയായിരുന്നു. പ്രീതി പോയിരുന്നു. പക്ഷേ അവളുടെ കഥ എന്റെ ഹൃദയത്തിൽ തങ്ങി നിന്നു. ഞാൻ ജയിലിലൂടെ പുറത്തേക്ക് നോക്കി. ആകാശത്ത് നേരിയ പ്രഭാത വെളിച്ചം പരക്കുന്നുണ്ടായിരുന്നു. എന്റെ മനസ്സിലൂടെ കടന്നുപോയി. ചില കഥകൾ സമയത്തിനനുസരിച്ച് മാഞ്ഞു പോകില്ല. അവ എപ്പോഴും ഹൃദയത്തിന്റെ ഏതെങ്കിലും മൂലയിൽ ജീവനോടെ ഇരിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങളിപ്പോൾ കേട്ട കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത്തരം ഒരുപാട് കഥകൾക്കായി ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.